ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന 20 ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് ആദ്യത്തിലേക്ക് കടന്നാലോ? മൈൻഡ്ലെസ്ലി സ്ക്രോളിംഗ് ഫോർ ഹവേഴ്സ്. നമ്മൾ ഫോൺ എടുക്കണ്ടാവുക 5 മിനിറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചായിരിക്കും. പിന്നീട് അത് 1 മണിക്കൂറാവുന്നു, 2 മണിക്കൂറാവുന്നു, ടൈം പോകുന്നത് നമ്മൾ അറിയുന്നതന്നെ ഇല്ല. അത് നമുക്ക് തരിക വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും. പക്ഷേ അത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത് നമ്മുടെ വിലപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള ടൈം, അതേപോലെ കോൺസെൻട്രേഷൻ ഫോർ ഇവൻ നമ്മുടെ ഗോൾസ് വരെ അത് ഡിസ്ട്രോയ് ചെയ്യും. ഇനി അടുത്തത് പുട്ടിങ് എവറിത്തിങ് ഓഫ് അണ്ടിൽ ടുമോറോ. നാളെ ചെയ്യാമെന്നത് നമ്മുടെ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ശീലമാണ് നമ്മുടെ ഏറ്റവും വലിയ ബാഡ് ഹാബിറ്റ്. നമ്മളൊരു കാര്യം നാളെ ചെയ്യാൻ മറ്റന്നാൾ ചെയ്യാൻ പറഞ്ഞില്ല, ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. പെർഫെക്റ്റ് സമയം ഒരിക്കലും നമുക്ക് വരാനും പോകുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ദ തേർഡ് ഹാബിറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. അതായത് നമ്മുടെ സ്വന്തം ലൈഫിനെ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബാഡ് ഹാബിറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ എല്ലായിടത്തും ഇങ്ങനെ ഓരോരുത്തർ അവരുടെ ലൈഫ് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ സന്തോഷ നിമിഷം മാത്രം, ചെറിയ ഒരു സെക്കൻഡ് മാത്രം എടുത്ത് ക്യാപ്ചർ ചെയ്ത് ഇടുന്നതാണ്. പക്ഷേ അവരുടെ ഹോൾ ലൈഫ് അങ്ങനെയാണ് നമുക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫിനെ എൻഹാൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റാണ് മണിക്കൂറുകളോളം ഫോണിലോ മറ്റോ ചിലവഴിച്ച് നമ്മൾ രാത്രി ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങാന്നുള്ളത്. ഉറക്കമാണ് നമ്മുടെ ഒരു ഡേ കംപ്ലീറ്റ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഉന്മേഷവനാക്കുന്നത് സ്ലീപ്പാണ്. അപ്പോൾ നമ്മുടെ ബോഡി അതേപോലെ തലച്ചോറിനൊക്കെ റീചാർജ് ചെയ്യാനുള്ള ഒരു ടൈമാണ് സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറയുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ അതേപോലെ ഹെൽത്ത് എല്ലാത്തിനെയും ബാധിക്കാൻ തുടങ്ങും. ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പോലും ഉള്ളതാണ്, ഓവർ തിങ്കിങ് എവറിത്തിങ്. ലൈക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഓവർ തിങ്ക് ചെയ്ത് അതിൻ്റെ അങ്ങനെയായിട്ട് നമ്മൾ മാക്സിമൈസ് ചെയ്ത് കൊണ്ടുപോകും. അത് നമ്മുടെ സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, അതേപോലെ നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ അറിയാറില്ല. ഇപ്പോൾ എനിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ഫസ്റ്റ് ഡേ പോകാൻ പോലും ഞാൻ ഓവർ തിങ്ക് ചെയ്ത് എവിടെയോ എത്താറുണ്ട്. അപ്പം അത് വളരെ ഒരു ബാഡായിട്ടുള്ള ഒരു ഹാബിറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അടുത്തതായിട്ട് മെയിൻ പോയിൻ്റാണ് ഞാൻ പറയുന്നത്, ട്രൈങ് ടു പ്ലീസ് എവരിവൺ. ലൈക്ക് നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെയാണ് ബാധിക്കുന്നത്. നമ്മൾ ഒരാളെ കൂടുതൽ ഡിപ്പെൻഡബിൾ ആവരുത്, ഒരാളുടെ പിറകെ കൂടുതൽ നടക്കാൻ നിൽക്കരുത്. നമ്മുടെ ലൈഫും കൂടെ അതിൻ്റെ ഇടയിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് ചെയ്യുക. നമ്മുടെ സന്തോഷം നഷ്ടമാകുന്നത് നമ്മൾ അറിയാതെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാവാൻ ശ്രമിക്കരുത്. അതിന് പകരം നിങ്ങളെ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ മനസ്സമാധാനത്തിന് വലിയൊരു ഹെൽപ്പായിരിക്കും അത് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു ഒരു ചെറിയ ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫ് അതോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഗിവപ്പ് ചെയ്ത് പോകുന്നത് ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും നമുക്ക് തന്നെ ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടാകും. ആരും ഡയറക്റ്റ്ലി സക്സസ്സിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ സക്സസ്സും അതേപോലെ നമ്മുടെ ഫെയിലറും. അപ്പോൾ നമ്മൾ ഒട്ടും ഗിവപ്പ് ചെയ്യരുത്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഹാർഡ് വർക്കാണ് ഏറ്റവും വലിയ ടൂള്. നെക്സ്റ്റ് ഈസ് നിങ്ങളുടെ ഭാവിക്ക് സേഫ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു 100 രൂപയിൽ ഒരു 10 രൂപയെങ്കിലും നിങ്ങൾ ഡെയിലി എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സേവിങ്സ്, നമ്മളത് വലിയ സേവിങ്സ് വേണമെന്നോ അങ്ങനെയൊന്നും അല്ല, നമ്മളൊരു ഇത്തിരിയെങ്കിലും പണം സൂക്ഷിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ തന്നെ നമ്മൾ ഓവർ എക്സ്പെൻസ് ചെയ്യാതെ മണി സേവിങ്സ് പഠിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. അതിപ്പോൾ വലിയ എമൗണ്ട് തന്നെ ആവണമെന്നില്ല. നെക്സ്റ്റ് പോയിന്റ് ഈസ് മേക്കിംഗ് ഡിസിഷൻ ഇൻ ദ ഹീറ്റ് ഓഫ് ഇമോഷൻ. നമ്മളൊരു പെട്ടെന്നുള്ള ദേഷ്യത്തിലോ സങ്കടത്തിലോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ അത് നമ്മുടെ ഇമോഷൻസ് മാറാം. പക്ഷേ നമ്മൾ എടുത്ത തീരുമാനം പിന്നീട് അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ അത് തെറ്റായി പോയെന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുക. പിന്നെ നമുക്കത് മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ചിന്തിക്കാൻ നോക്കുക. ചില തീരുമാനങ്ങൾ നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചേക്കാം. അപ്പോൾ ചിന്തിച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയുള്ളത് അത് മാത്രം ചൂസ് ചെയ്യുക. അടുത്തതായിട്ടുള്ള ബാഡ് ഹാബിറ്റ് ഏകദേശം എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും. ഗോസിപ്പിംഗ് ഈസ് ദ ബാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രീമാണ് ഗോസിപ്പിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം, അവരെ കുറ്റം പറയുന്ന ആ ഒരു ടൈം നമ്മുടെ ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അതിപ്പം അവരുടെ ലൈഫിൽ അത് നടന്നിട്ടുണ്ടോ, ആ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ അന്വേഷിക്കുകയാണ് ഇപ്പം കുറ്റം പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയം എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പക്ഷേ അത് അവരെ എത്രത്തോളം അത് ബാധിക്കുന്നത് നമ്മൾ ഒട്ടും അറിയാറില്ല. അപ്പം ആ ഒരു ബാഡ് ഹാബിറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഒഴിവാക്കുക. അടുത്ത ഹാബിറ്റാണ് യൂസിങ് ഫോൺ വിതൗട്ട് എനി കൺട്രോൾ. അതായത് നമ്മൾ ഫോണ് ഒരുപാട് ഗുണവും ചെയ്യുന്നുണ്ട്, ആൻഡ് അറ്റ് ദി സെയിം ടൈം അതിന് ഒരുപാട് ദോഷമുണ്ട്. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കണം, ഫോണ് നമ്മൾ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഫോണ് നമ്മളെ യൂസ് ചെയ്യണോ എന്നുള്ളത്. അപ്പം അത് അവോയ്ഡ് ചെയ്യുക. അത് നമ്മുടെ ഹെൽത്തിനെ തന്നെ ഭയങ്കര ദോഷമായിട്ട് ബാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, ചെറിയ പിള്ളേർ പോലും ഫോൺ അഡിക്റ്റാണ്. അപ്പം അത് എത്രത്തോളം അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്നത് നമുക്കറിയില്ല. അവരുടെ സ്ട്രെസ് കൂട്ടുന്നു, അതേപോലെ ബ്രെയിന് കോൺസെൻട്രേഷനെ ബാധിക്കുന്നു. കംപ്ലീറ്റ്ലി നമ്മളെ ഡിസ്ട്രോയ് ചെയ്യണത്. നെക്സ്റ്റ് ബാഡ് ഹാബിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഫാസ്റ്റ് ഫുഡ് അമിതമായിട്ട് കഴിക്കുക എന്നുള്ളത്. അമിതമായിട്ട് കഴിക്കുന്നതാണ് വല്ലപ്പോഴൊക്കെ, അതായത് മാസത്തിൽ ഒരു തവണയൊക്കെ നമുക്ക് ആഗ്രഹിച്ച് കഴിക്കുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ ഡെയിലി ഇങ്ങനെ ഒന്നും
വിതൗട്ട് ഇനി കൺട്രോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിനൊട്ടും നല്ലതല്ല. കാരണം നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹോംലി ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനൊക്കെ നമ്മളത് ഇഷ്ടപ്പെടുന്നവരാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്രത്തോളം നമ്മൾക്കിപ്പോൾ ഫാറ്റ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ നമ്മൾക്ക് എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഇതിനോട് കണക്ട് ആയിട്ടുള്ളതാണ് എക്സസൈസ് ചെയ്യുക. നമ്മൾ എക്സസൈസ് അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് ഒരു നേരം നമുക്ക് ആ ഒരു സമയം മടിയായിട്ടായിരിക്കാം. പക്ഷേ അത് നമ്മുടെ എത്രത്തോളം നമ്മളെ ഹെൽത്തിനും അതേപോലെ മെൻറ്റൽ ഹെൽത്തിനും എത്രത്തോളം ഗുണം ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡെയിലി ജിമ്മിൽ പോകുക അങ്ങനെയൊന്നുമല്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഡേ ഒരു മോർണിംഗ് എണീച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ അതൊരു എക്സസൈസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് നമുക്ക് തുടങ്ങുമ്പോൾ ആ ഒരു ബാരിയർ ഉണ്ടാവാം. പിന്നീട് നമ്മളത് എൻജോയ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഗുണം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യാൻ നോക്കുക. ചെറിയ ഒരു വാക്കിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജമ്പിങ്ങോ അല്ലെങ്കിൽ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയത് ചെയ്താൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കും. അടുത്ത പോയിന്റാണ് ലിവിങ് വിതൗട്ട് എ ക്ലിയർ ഗോൾ ഓഫ് ഡയറക്ഷൻ. നമ്മളൊരു ഗോൾ ഒരു പ്ലാൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഡെയിലി വെറുതെ നഷ്ടമാക്കുന്നത്. അതായത് നമ്മളൊരു രാവിലെ നിൽക്കുന്നു വിതൗട്ട് എനി ക്ലിയർ ഗോൾ നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിൽ ദർ ഇസ് നോ എനി മീനിങ് ദർ. അതായത് നമ്മളൊരു ക്ലിയർ ഗോൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫിന് ഒരു മീനിങ് ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു ക്ലിയർ വിഷൻ വെച്ചിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. അല്ലാതെ ഡെയിലി വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്നതിന് ഡിപ്പെൻഡബിൾ ആണ് നമ്മുടെ സക്സസ് അതേപോലെ ഫെയിലിയർ ഒക്കെ. അടുത്ത ബാഡ് ഹാബിറ്റാണ് എക്സസീവ് ബിഞ്ച് വാച്ചിങ്. അതായത് നമ്മൾ മണിക്കൂറുകളോളം ഇപ്പോൾ ഒരു എപ്പിസോഡ് ഒരു ഡ്രാമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരീസ് ഒക്കെ കാണുമ്പോൾ ഒരു എപ്പിസോഡ് ഇറ്റ്സ് ഓക്കെ. പക്ഷേ അത് ഒന്നല്ല രണ്ടല്ല അങ്ങനെ എപ്പിസോഡുകൾ മണിക്കൂറുകളോളം കണ്ടിരിക്കുന്നത് അത് ഒരു ബാഡ് ഹാബിറ്റ് തന്നെയാണ്. നമ്മൾ നഷ്ടമായ ടൈം ഒരിക്കലും നമുക്ക് തിരികെ കിട്ടില്ല. ആ ഒരു സമയത്ത് എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ തന്നെ അവസാനം നമ്മൾ ചിന്തിക്കും ഇത്രയും സമയം വേസ്റ്റ് ചെയ്തു. ഞാൻ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻ ഞാൻ തന്നെ രാത്രി ഒരു സീരീസ് കാണുകയാണെങ്കിൽ ഒരുപാട് എപ്പിസോഡ്സ് ഇങ്ങനെ ഇരുന്ന് കാണാറുണ്ട്. അത് ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ്. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാം. അടുത്തതാണ് നമ്മൾ ഫിയറിന് കാരണം നമുക്ക് പുതിയ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് എന്തെങ്കിലും ഒരു പെർഫോമൻസിനോ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മേ ബി ബയോ അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്നത് കൊള്ളില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത്, അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ചാൻസ് പിന്നീട് ഒരിക്കലും കിട്ടില്ല. അങ്ങനത്തെ ഓരോ ചാൻസും യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും ഗ്രോ ചെയ്ത് വരുന്നത്. ഞാനില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്നത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നമ്മുടെ കഴിവ് നമ്മുടെ സ്കില്ല് മറ്റുള്ളവരുടെ മുന്നിൽ പ്ലേസ് ചെയ്യുന്നതിന് നമ്മൾ ഒട്ടും തന്നെ മടി കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അത് നമ്മൾ പിന്നീട് ഇൻക്രീസ് നന്നായി എൻഹാൻസ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ മിസ്റ്റേക്സിനെ അത് പരിഹരിക്കുന്നതിന് പകരം അത് ന്യായീകരിക്കുന്നതാണ് ബാഡ് ഹാബിറ്റ്. നമ്മൾ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ മാറ്റി തിരുത്തി നല്ല രീതിയിലാക്കുമ്പോഴാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മളത് ന്യായീകരിച്ച് വെറുതെ വായിക്കടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. അടുത്തതാണ് നോട്ട് ഹാവിങ് ദ ഹാബിറ്റ് ഓഫ് ബീങ് ഗ്രേറ്റ്ഫുൾ. ഇല്ലാത്ത കാര്യങ്ങളേക്കാൾ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റും, അതിൻ്റെ രീതികളെ മാറ്റും. അടുത്ത പോയിന്റ് നെഗറ്റീവ് തോട്ട്സിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്തായാലും ലൈഫിൽ കണ്ടിട്ടുണ്ടാവാം. എന്ത് നല്ല കാര്യങ്ങൾ അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും അത് നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ. അപ്പം അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് പോലും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ കാര്യങ്ങളെ എന്തിപ്പോൾ തെറ്റായതാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് പോലും അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് അതിനെ ഒരു വാശിയായിട്ട് നേരിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, സേഫ് ആക്കുക. And the last point is stop wasting time without realizing the value. Time is most expensive and at the same it is valuable. നമ്മളത് വാല്യൂ ചെയ്ത് നമ്മൾ മാക്സിമം ടൈമിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു പേഴ്സൺ ആവുന്നത്. ടൈം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് തിരികെ കിട്ടില്ല. അപ്പോൾ അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.